ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ബബിത ഒരുപാട് ചിന്തകളുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്ന് അലീനയും പറഞ്ഞു, പിന്നെ അച്ഛനും പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എല്ലാവരും ആദ്യം പറഞ്ഞത്. അങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ ബബിതേനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ നമ്മുടെ ബബിത കുറേ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്തായിരിക്കും? എന്നാൽ അലീന ചേച്ചി നമ്മുടെ സ്വന്തം രക്തബന്ധമാണ് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഇതെന്താണ്? അങ്ങനെ ഇരുന്നപ്പോഴാണ് ബബിതയ്ക്ക് ഒരു ബോധോദയം. നമ്മുടെ മനുവേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും മനുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന രീതിയിൽ നമ്മുടെ ബബിത ഇരിക്കുകയാണ്. ഈ സമയത്ത് രാവിലെ നേരം വെളുത്ത സമയം നമ്മുടെ ബാലചന്ദ്ര ഒരു പത്രമൊക്കെ വായിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലീന കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് നല്ല അടിപൊളി ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് മിണ്ടുന്നില്ല കേട്ടോ ബാലേന്ദ്രൻ. മിണ്ടാനേന്നില്ല. വീണ്ടും എന്നൊക്കെ അലീന വിളിക്കുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ മുഖത്ത് പോലും നോക്കുന്നില്ല. അവസാനം അലീന അങ്ങനെ ഇപ്പോൾ പത്രം വായിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പത്രം അങ്ങ് പിടിച്ച് മേടിക്കാൻ കേട്ടോ. എന്നിട്ട് മേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും നേരം അച്ഛാന്ന് വിളിച്ചിട്ട് അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ എന്തിനു മിണ്ടണം? അതെന്താ? ഞാൻ വിളിച്ചൊന്നും അച്ഛൻ കേട്ടില്ലേ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, നീ എന്തിനാ ഓരോ കാര്യങ്ങളൊക്കെ ബബിതേനെയും രോഹിത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ വന്ന് എൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ? നിന്നോട് ആരാ പറഞ്ഞ അങ്ങനെയൊക്കെ പറയാൻ? ഞാൻ നിൻ്റെ ആരാ എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, ഓ അതാണോ കാര്യം? അതെ, അത് ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അവർ രണ്ടുപേരും ഓരോന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ത് മറുപടി പറയണമെന്ന് അറിയാണ്ട് ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് അച്ഛനെ അറിയാവോ എന്നിങ്ങനെ നമ്മുടെ അലീന ചോദിച്ചു കേട്ടോ. അപ്പം നിന്നോട് ഞാൻ പറഞ്ഞു അവരോടത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ. അത് പറഞ്ഞില്ല എങ്കിലും ഞാനും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവരുടെ ചോദ്യത്തിന് മുന്നേ ഞാൻ ഒരു നിമിഷം വല്ലാണ്ടായി പോയി അച്ഛ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പറയണം. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എനിക്കൊരു അച്ഛൻ്റെ സ്ഥാനം എന്തെങ്കിലും നീ തന്നിട്ടുണ്ടോ? അച്ഛനെന്തിനാ അങ്ങനെ പറയണം? ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന അച്ഛനെയാണ്. അറിയാലോ, എനിക്ക് ഇനി അങ്ങോട്ടും അന്നും ഇന്നും ഒക്കെ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഈ ഒരു അച്ഛൻ മതി. എനിക്ക് വേറെ ആര് വന്നാലും ശരി പോയാലും ശരി എനിക്ക് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു അച്ഛൻ മാത്രം മതി എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ബാലചന്ദ്രൻ ഒന്നിങ്ങനെ നോക്കൂട്ടോ അലീനനെ. എന്നിട്ട് പറയും, അതെ, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും എൻ്റെ അച്ഛൻ എൻ്റെ ജീവിതത്തിൽ ബാലചന്ദ്രൻ തന്നെയായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. ഓഹോ, അപ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് പോകാനും തീരുമാനിച്ചു. ആയിക്കോട്ടെ, എന്തായാലും നിൻ്റെ കാര്യങ്ങൾ നീ തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ. ഞാൻ ആരാ? ഞാൻ നിൻ്റെ ആരെങ്കിലും ആണോ? ഞാൻ നിൻ്റെ സ്വന്തം അച്ഛനോ ഒന്നുമല്ല. സ്വന്തത്തിലും ബന്ധത്തിലും അല്ല കാര്യം. ഒരു മകളായി അംഗീകരിച്ച് ആ മകൾക്ക് കൊടുക്കേണ്ട എല്ലാ സ്നേഹവും പരിചരണവും ഒക്കെ തരുന്ന ആ ഒരു അച്ഛനാണ് എൻ്റെ യഥാർത്ഥ അച്ഛൻ. അല്ലാണ്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു വ്യക്തിയല്ലല്ലോ ഞാൻ അച്ഛനായിട്ട് കാണേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അലീന പറയേണ്ട കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ബബിത വന്ന് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ഞാനും അവളുടെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നുപോയി. അപ്പം നീ അവരെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലാണ് അങ്ങനത്തെ ഒരു ചോദ്യമായിട്ടൊക്കെ ബബിത വന്നതെന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ കിട്ടല്ല ബാലേന്ദ്രന് രോഹിത്തിൻ്റെയും ബബിതയുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്ന് എന്ത് പറയണമെന്നുള്ളത്. അപ്പോൾ അലീന പറഞ്ഞു, അച്ഛ ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റുള്ളവരുടെ, അതായത് ഇപ്പം വൈജയന്തിയുടെ സഹോദരങ്ങളായിക്കോട്ടെ മറ്റുള്ള കുറേ പേരുടെ മുന്നിൽ അച്ഛൻ സ്വയം അച്ഛൻ്റെ സ്വയം നാണക്കേട് വരുത്തി വെച്ച ഒരാളാണ് അച്ഛൻ. കാരണം അച്ഛൻ്റെ മകളായിട്ട് എന്നെ അംഗീകരിച്ചൊരു ഇതുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവരെല്ലാവരും ആ കഥ വിശ്വസിച്ചു. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ അതെല്ലാം തിരുത്തി എൻ്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനാണെന്ന് മറ്റുള്ളവരെ മുന്നിൽ എനിക്ക് കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ അലീന പറഞ്ഞു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഓ അതൊന്നും നീ വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പേര് ദോഷവും ഒക്കെ അങ്ങ് കിടന്നോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ നീ സ്വന്തമായിട്ട് തീരുമാനങ്ങളെടുത്ത് നീ ഓരോന്ന് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ചായിട്ടൊന്നും പറയാനില്ല. അങ്ങനെ അലീനയും ബാലചന്ദ്രനും കുറച്ച് നേരം അങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കുകയാണ്.
അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ബബിതയെ കാണിക്കണം. അങ്ങനെ ബബിത ഒരു ഫോണൊക്കെ എടുത്തുകൊണ്ടുവന്ന് ആരെയാണ് നമ്മുടെ മനുശങ്കറിനെ ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ശരിക്കും നമ്മുടെ മനു ഫോൺ എടുക്കുകയാണ്. ആ സമയത്ത് മനു പ്രതീക്ഷിക്കാണ്ട്, ബബിത അങ്ങനെ കോളൊന്നും ചെയ്യാറില്ലല്ലോ, ആഹാ ഇതെന്താണ് ഇന്ന് പതിവില്ലാത്തൊരു കോളൊക്കെ എന്നുള്ള രീതിയിൽ മനു ബബിതയോട് ചോദിക്കുകയാണ്. അപ്പം ബബിത പറഞ്ഞു, അതെ എനിക്ക് മനുവേട്ടനോട് ഒരു പേഴ്സണൽ കാര്യം ചോദിക്കാനുണ്ട്. എന്താണാവോ ചോദിച്ചു എന്ന് മനു പറയണം. അതെ, അലീന ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു. അലീന ചേച്ചി എൻ്റെ അച്ഛൻ്റെ മകളല്ല എന്നുള്ളത് പറഞ്ഞു. അത് ശരിക്കും സത്യമാണോ എന്ന് പറഞ്ഞു. അച്ഛനും അതുപോലെ പറഞ്ഞു മനുവേട്ടാ. ശരിക്കും അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ ഇപ്പം അവർ ഇങ്ങനെ മാറ്റി പറയണതാണോ? എനിക്കിതൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. മനുവേട്ടൻ അറിയാമല്ലോ, അതുകൊണ്ട് മനുവേട്ടനൊന്നും പറയാവോ എന്ന് ചോദിച്ചു. അപ്പം നിൻ്റെ അച്ഛനും അലീന ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും സത്യമാണ്. അപ്പോൾ അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് പറഞ്ഞു നടക്കണതോ? അപ്പം നമ്മുടെ മനു അതിന് മറുപടിയായിട്ടൊന്നും പറയാൻ നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ബബിത കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തിനായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്? അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചി തന്നെയല്ലേ, പിന്നെ അച്ഛൻ്റെ മകളല്ല എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്ന എന്തിനാ എന്നുള്ള രീതിയിൽ ബബിത മനുവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ കിള്ളി ചോദിക്കുകയാണ്. മനു വലിയ രീതിയിലുള്ള സ്ട്രെയിറ്റ് മറുപടി ഒന്നും കൊടുത്തില്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാത്ത രീതിയിലുള്ള ചില മറുപടികളാണ് നമ്മുടെ മനുശങ്കർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ മനു പറയണത്, ബാലചന്ദ്രൻ അങ്കിളും അങ്ങനെ തന്നെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ബബിത പറയുന്നുണ്ട്, അതെ മനുവേട്ടൻ ഒരു കാര്യം ചെയ്യാവോ, അലീന ചേച്ചി ഇവിടുന്ന് പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മനുവേട്ടൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അലീന ചേച്ചി പോകാണ്ടിരിക്കും. മനുവേട്ടനൊന്ന് അലീന ചേച്ചിയോട് സംസാരിക്കാവോ? അലീന ചേച്ചി പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം മാഡം ഇങ്ങോട്ട് വരില്ല, അതായത് അമ്മ വരില്ല എന്നുള്ളതാണ് അലീന ചേച്ചി പറയുന്ന വാദം. അപ്പം അതുകൊണ്ട് അലീന ചേച്ചി പോകും എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് അച്ഛനോടും ഞങ്ങളോടും എല്ലാം പറയുന്നത്. മനുവേട്ടൻ ഒന്ന് സംസാരിക്കാവോ? അപ്പം നമ്മുടെ മനു പറഞ്ഞു, അലീന ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ അതിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് അവൾ ആ തീരുമാനം മാറ്റാൻ സാധ്യതയില്ല. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവൾ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ആൻറ്റി അങ്ങോട്ട് വരാത്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഇതല്ലേ, സ്വന്തം അമ്മ മാറി ഒരു ഇപ്പം അലീന കാരണം വന്നില്ല, അപ്പോൾ അത് അലീന കാരണമാണല്ലോ അമ്മ വരാത്തത്. അത് പിന്നെ ഒരു കുറ്റപ്പെടുത്തലിന് ഇടയാവില്ലേ? അതുകൊണ്ട് അവളുടെ തീരുമാനമല്ലേ കുറച്ചും കൂടെ നല്ലതെന്ന് പറയാം. അപ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ അലീന ചേച്ചി ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണോ? അലീന ചേച്ചി പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ മനുവേട്ടനോട് ഒന്ന് പറയാവോ എന്ന് ചോദിച്ചത്. അപ്പം മനുവിന് ശരിക്കും പറഞ്ഞ സത്യമായിട്ടും നമ്മുടെ ബബിതയുടെ ആ ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം അലീനെ വിട്ട് പോകാൻ ബബിതയ്ക്കും പറ്റില്ല. അലീന പോകുന്നത് ബബിതയ്ക്കും വളരെയേറെ സങ്കടമുള്ള ഒരു കാര്യമാണെന്ന് നമ്മുടെ മനുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും അലീനയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് മതി, മനുവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്തായാലും അലീന ചേച്ചി പോകില്ല, എനിക്ക് ഉറപ്പാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉറപ്പൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് അവസാനം സമ്മതിക്കാൻ കേട്ടോ മനുശങ്കർ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മനു അലീനെ വിളിക്കുകയാണ്. അപ്പോൾ അലീനെ വിളിച്ചിട്ട് മനു പറയുന്നുണ്ട്, അതെ എന്നെ ഇന്ന് ബബിത വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ അവിടെ നിന്ന് പോവാണ് എന്നൊക്കെ പറയണ കേട്ടല്ലോ. അപ്പം ഞാൻ പോവാണ് മനുവേട്ട, ഞാൻ അവിടെ നിന്ന് കൈതക്കൽ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ മനുവേട്ടനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇവിടെ എന്തായാലും നിൽക്കുന്നില്ല, ഞാൻ നിൽക്കുന്നിടത്തോളം അമ്മ ഈ വീട്ടിലോട്ട് വരില്ല. കാരണം എൻ്റെ കൂടപ്പിറപ്പുകൾ എനിക്കിപ്പോൾ തന്നിരിക്കുന്ന ആ ഒരു സ്നേഹം, അത് ഞാൻ കാരണം പിന്നെ ഒരു സമയത്ത് അത് എനിക്കൊരു ഇതായി മാറരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അലീന ചേച്ചി കാരണമല്ലേ ഞങ്ങളുടെ അമ്മ വേറെ വാടക വീടെടുത്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു നമ്മളായിട്ട് വരുത്തരുതല്ലോ മനുവേട്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് മനുശങ്കർ പറയണം കേട്ടോ. നമ്മുടെ അലീന പറയണം. അപ്പം മനുശങ്കർ പറഞ്ഞു, ഞാൻ എന്തായാലും ബബിത വിളിച്ചതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചാണ്, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്കത് ഓർമ്മ കാണുമല്ലേ? അപ്പോഴേക്ക് അലീനയ്ക്ക് കാര്യം മനസ്സിലായി. വേറൊന്നുമല്ല, മനുവേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് താനാണ് എന്നുള്ളത്. പക്ഷെ അതിനൊരു മറുപടി ഞാൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അങ്ങനെ നമ്മുടെ മനു അലീനയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അലീന പറഞ്ഞു, അലീനയുടെ അടുത്ത് മനുശങ്കർ ചോദിക്കുന്നുണ്ട്, അല്ല
നീ എങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചത്? അപ്പോൾ അലീന പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല മനുവേട്ട. അതാ ഞാൻ മനുവേട്ടനോട് പറഞ്ഞത് എനിക്ക് മനുവേട്ടൻ്റെ ഒരു ഹെൽപ്പ് കൂടിയേ തീരുള്ളൂ. വേറൊന്നുമല്ല, കാരണം മനുവേട്ടൻ ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ജോലിയുടെ കേസോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കയറാമല്ലോ, എന്തെങ്കിലും ചെറിയൊരു ജോലി മതി. അപ്പോൾ അതിന് മനുവേട്ടൻ്റെ ഹെൽപ്പ് എന്തായാലും എനിക്ക് കൂടിയേ തീരുള്ളൂ എന്ന് അലീന പറയണേ. അപ്പോൾ മനു പറഞ്ഞു, എന്തായാലും എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നീ പോണതിനെക്കുറിച്ചും അല്ലെങ്കിൽ നിനക്കൊരു ജോലി വാങ്ങിച്ചു തരുന്നതിനെക്കുറിച്ചൊക്കെ എനിക്ക് അങ്കിളുമായിട്ട് സംസാരിക്കണം. കാരണം നിന്നെ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ഞാനും അങ്കിളുമാണ്. അതുകൊണ്ട് എനിക്ക് അങ്കിളുമായിട്ടൊന്ന് ആലോചിച്ചാൽ മാത്രമേ അതിനൊക്കെ ഒരു തീരുമാനം പറയാൻ പറ്റുള്ളൂ. നാളൊരു കാലം അങ്കിൾ ചോദിക്കരുത്, നീ നിൻ്റെ ഇഷ്ടപ്രകാരമല്ലേ ഓരോന്ന് ചെയ്തത്, നീയല്ലേ അവളെ ഒരു ജോലിയൊക്കെ മേടിച്ച് കൊടുത്ത് ഇങ്ങനെ ആക്കിയത് എന്നുള്ളൊരു ചോദ്യം ചെയ്യൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അലീന പറഞ്ഞു, ആയിക്കോട്ടെ എന്ന്. പക്ഷേ ഇതിപ്പോൾ വരുന്ന സംഭവം വേറൊന്നുമല്ല, നമ്മുടെ മനു ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്നുണ്ട് അലീനയുടെ കാര്യം. അപ്പോൾ അലീനയ്ക്ക് സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണം, തനിക്കൊരു ജോലിയില്ല, മനുവേട്ടൻ എന്തെങ്കിലും ഒരു ചെറിയ ജോലി റെഡിയാക്കി തരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ്. കാരണം അലീന മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി അലീന ആഗ്രഹിക്കുകയാണ് ഈ വീട് വിട്ട് എൻ്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും സ്വന്തം അമ്മയെയൊന്നും വിട്ട് പോകുന്നതിനെക്കുറിച്ച് അലീന ചിന്തിച്ചിട്ടേയില്ല. അപ്പോൾ അലീനയ്ക്ക് ഒട്ടും ഇഷ്ടമുള്ളൊരു കാര്യമേ അല്ല. അങ്ങനെ അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് ഒരു തീരുമാനം എന്തായാലും ബാലചന്ദ്രൻ സമ്മതിക്കില്ല. അങ്ങനെ പോകുന്നതിനെക്കുറിച്ച് അലീന മനസ്സിൽ ചിന്തിച്ചാലും അത് നടപടിയാവാൻ പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു അവസാനം ഒരു എൻഡിങ് എന്താകും എന്നുള്ളത് നമുക്ക് കാത്തു തന്നെ ഇരിക്കും. കാരണം വൈജയന്തി ഇതെങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നൊന്നും നമുക്കറിയില്ല. കാരണം വൈജയന്തി ഒരിക്കലും തോറ്റു തുന്നമ്പാടി കൊണ്ടുവന്ന് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് കാലുകുത്തില്ല, അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ അലീനെ അവിടെ നിന്ന് ബാലചന്ദ്രൻ വിടത്തുമില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് തരിക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വയ്ക്കുക. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്